പ്രിയ സ്വർഗീയ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാരെ അർത്ഥമാക്കിയല്ല, ഭൂമിയിലെ തന്റെ ജനങ്ങൾ എന്ന് അർത്ഥമാക്കുന്നു. അവർ സ്വർഗരാജ്യത്തിന് അവകാശികളാണ്. ആക്കത്തക്ക വിധത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഗതി വീണ്ടും ഒന്നുകൂടെ പറയാണ്. ഇതിൽ നിന്ന് വരുന്നത് മുഴുവനും സൗരഭ്യഭാസനയാണ്. കാരണം ഇത് പരിശുദ്ധാത്മാവാണ് ഈ നിറച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ആണ് ഈ കല്ലുകൾ. അത് വളരെ എത്ര നാൾ കിടന്നാലും അത് മോശമായി പോവുകയില്ല. അപ്പോ ഈ അപ്പന്റെയും അമ്മയുടെയും കയ്യെ പിടിച്ചുകൊണ്ട് കൊച്ചുങ്ങളുമായിട്ട് നിങ്ങളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. കാരണം നിങ്ങളുടെ സമൂഹം സമ്മതിക്കില്ല. അതിനെതിരെ വീറുള്ളവരായിരിക്കണം, ധൈര്യമൊപ്പുള്ളവരായിരിക്കണം. യോശുവയോട് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവരാജ്യം ലക്ഷ്യമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തേ മതിയാവും. ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഞാൻ വീണ്ടും മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടും പറയാണ്, കാണപ്പെടാത്ത ദൈവത്തെ, കാണപ്പെട്ട സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കും? കാണപ്പെട്ട സഹോദരന്മാർ ഒരുപാട് പേരുണ്ട് ദൈവത്തിന് ഛായ സൃഷ്ടിച്ചിട്ടുള്ള. ദൈവത്തിന്റെ ചൈതന്യം സൃഷ്ടിപ്പിലുണ്ട്. നിങ്ങളുടെ കൊച്ചുകൾ ചെറുപ്പത്തിലെ തെറ്റ് ചെയ്തവരാണോ വരുന്നത്? അല്ല, അവർ പിന്നെ പിശാച് ബാധിച്ച് അവർ പിതാക്കന്മാരിലും എല്ലാം പിശാച് ബാധിച്ചാണ് അവർ ദൈവത്തിന് അന്യപ്പെട്ടു പോയിരിക്കുന്നത്. ഇന്ന് അധികം ആളുകളും ആ ലെവലിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവരാജ്യം ലക്ഷ്യമാക്കണമെന്നുള്ള ദൃഢവുമായ വിശ്വാസവും ഉറപ്പും ഉണ്ടെങ്കിൽ ഈ കൊച്ചുങ്ങളെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ പോവുക. നിങ്ങൾ ആ ഒരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അതിന്റെ സൗരഭ്യവാസനം നിങ്ങൾക്ക് അറിയാം. അതിനെ വർണ്ണിക്കാൻ എനിക്ക് പറ്റിയല്ല. കാരണം നിങ്ങളുടെ കൊച്ചുങ്ങളെ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു നോക്കുന്നുണ്ടോ, ഈ ബൈബിള് കൊണ്ട് സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ എതിർത്തു, മേല വരെന്ന് പറഞ്ഞു. വീണ്ടും ആ കൊച്ച് ബൈബിളുമായിട്ട് പോയപ്പോ, എന്താ നീ ഇത്ര അനുസരിക്കാതെ നീ ബൈബിളുമായിട്ട്, നല്ല പഠിക്കുന്ന കുട്ടിയാണ്, വരാൻ കാരണം ചോദിച്ചപ്പം ആ കൊച്ചു ചില ചോദ്യങ്ങള് ടീച്ചറിനോട് ചോദിച്ചു. ടീച്ചർ ഇരുവായത്തിലുള്ള മൂർച്ചയുള്ള അസ്ത്രമായിരുന്നു ആ കൊച്ചു ചോദിച്ചത്. ടീച്ചർ ചോദിച്ച വാക്ക് എന്താണെന്നറിയോ ആ കൊട്ടി ചോദിച്ചത്? ടീച്ചറിന് എനിക്ക് നിത്യജീവൻ തരാൻ സാധിക്കുമോ? എങ്കിൽ ഞാൻ അനുസരിക്കാം. ശരി, നിത്യജീവൻ കിട്ടണമെങ്കിൽ ബൈബിളിലെ അതിപ്രാധാന്യം അറിയിക്കുന്ന വചനാണ് യോഹന്നാൻ സുവിശേഷം 17:3. ടീച്ചർ വായിക്കാൻ പറഞ്ഞു. വായിച്ചു. നിത്യജീവൻ എന്നത് ഏകസത്യമായ അങ്ങയെയും അങ്ങയുടെ ഈശോമിശിഹായെയും അറിയുക എന്നുള്ളതാണ്. തിരിച്ചറിയണം. ആ യേശുവാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം നീക്കാനായിട്ട് യേശുവാണ് യാഗമായി തീർന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചർ ഇങ്ങോട്ട് വണ്ടടിക്കുക ചെയ്തത്. പിന്നെ ആ കൊച്ചു ടീച്ചറിനോട് പല സന്ദർഭങ്ങളിലും പല സംശയങ്ങളൊക്കെ ഓഫീസ് റൂമിൽ കൊണ്ടുപോയി അവർ ഉച്ചയോട് ഷെയർ ചെയ്യുന്നു. ടീച്ചറിനും വളരെ അതിശയമുള്ള വാക്കുകളായിപ്പോയി. അങ്ങനെ ആ ടീച്ചറെ കൊച്ചിൽ നിന്ന് വളരെയധികം സന്ദേശങ്ങൾ ഒരു ബൈബിൾ സ്റ്റുഡന്റായിട്ട് മാറി. നിങ്ങൾക്കറിയാമല്ലോ, സാധാരണ ടീച്ചർമാരല്ലേ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഈ കുട്ടി ടീച്ചറിനെ പഠിപ്പിച്ചു എന്ന് പറയുന്നതിൽ അത് ആരായിരുന്നു അവിടെ പ്രവർത്തിച്ചത്? പരിശുദ്ധാത്മാവായിരുന്നു. ആ കുട്ടി ധൈര്യമൊക്കെയുള്ള കുട്ടിയായിട്ട് മാറി. അതുപോലെ നിങ്ങളുടെ ഈ കുച്ചുങ്ങളെ കയ്യെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തക്കാരുടെയോ നിങ്ങൾ പരസ്യമായിട്ടൊന്നും പോകത്തക്ക വിധത്തിലുള്ള നോളജ് ഒന്നും നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കുടുംബ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കും. പരിശുദ്ധാത്മാവ് ആദ്യം നിങ്ങളിൽ പ്രവേശിക്കണം. കുടുംബ ചോദ്യം എന്ത് ചോദിച്ചാലും ആർക്കും എതിർ പറയാൻ പറ്റാത്ത വാക്കുകൾ നിങ്ങൾക്ക് തരും. അത് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവ് വരാറുണ്ട്. കുടുംബ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയാനായിട്ട് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ പിള്ളേരിൽ ഈ പരിശുദ്ധാത്മാവ് നിഷ്കളങ്കരാണ്. ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു, യേശുക്രിസ്തു ഏറ്റവും വലിയ പ്രസംഗം ചെയ്ത മത്തായി 5:3 പറയുന്നതും ആത്മാവിൽ ദരിദ്രരാണ് നിങ്ങളുടെ കൊച്ചുങ്ങള്. എന്തുകൊണ്ടെന്നാൽ അവർ ആത്മാവ് ദരിദ്രരാണ്, അവർ ദൈവരാജ്യം അവകാശമാക്കും. പക്ഷെ ഈ ആത്മാവ് ദരിദ്രരായതുകൊണ്ട് നല്ല ആത്മീയ വിട്ടുകൊടുക്കണം അവർക്ക്. അതാണ് നിങ്ങൾ പിതാക്കന്മാർ ചെയ്യേണ്ടത്. അതുപോലെ എട്ടി പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. അപ്പൊ ഹൃദയശുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങള് അവരെ. അപ്പൊ അവരെ ആ ശുദ്ധിയോടുകൂടി ദൈവത്തിന് ഇഷ്ടം ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുക നിങ്ങളുടെ ഡ്യൂട്ടി നോക്കും. പിന്നെ നിങ്ങൾ ഫുഡും
ഇതൊക്കെ ഇവിടെ അമേരിക്കയിൽ ഫുഡിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫുഡും ഡ്രസ്സും ഒക്കെ കൊടുത്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ സത്യമായിട്ട് പറയുന്നു, ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന് അവകാശമാകും. നിങ്ങളാകുമോ ആകാതിരിക്കുമോ? നിങ്ങൾ വീണ്ടും ഭൗതികത്തിന്റെ പുറകെ പോവുകയോ പോകാതിരിക്കുമോ? ദൈവം പിന്നെ ഒരു പ്രത്യേക സംഗതി ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം തന്നു. സ്വർഗം മുതലേ ഭൂമിയിലും ഉള്ള സകല പക്ഷിമറിയാദികൾക്കും ദേവദൂതന്മാർക്കും. അങ്ങനെ ദേവദൂതന്മാരെ അഹങ്കരിച്ചതാണല്ലോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മളെല്ലാം ഈ കണ്ണീരും കഷ്ടപ്പാടും ആവേണ്ടി വന്നത്. ഇതിനെ മാറ്റാൻ ശക്തിയുള്ള ദൈവം, സാക്ഷരനായ ദൈവം മാറ്റും. ഈ മാറ്റുമ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം നമുക്കിങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് കത്തോലിക്കർക്ക്. ഇപ്പോഴും കത്തോലിക്കര് വൈദികരോ മെത്രാന്മാരോ നമ്മളെ പഠിപ്പിക്കുന്നില്ല ബൈബിള്. ഭാഗികമായിട്ട് അതും ഇതൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒരു മൂലം മുക്കി നിന്നൊക്കെ എടുത്തിട്ട് വരുള്ളൂ. പഠിപ്പിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സ്വർഗവും സ്വർഗവാസികളും ഭൂമിയും തന്റെ ജനങ്ങളും ഒരു യൂണിറ്റിയാണ്. ആ യൂണിറ്റിയിലേക്ക് പ്രവേശിക്കുക. അതിനെ ആ യൂണിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടുന്ന ഗുണങ്ങള് അത് ഞാൻ പലവട്ടം വീണ്ടും ഞാൻ പറയാണ്. നീതി പ്രവർത്തിക്കുക, ദയാ തൽപരായിരിക്കുക, ദൈവത്തിന് സറണ്ടർ ചെയ്യുക. ദൈവം അതേ നമ്മളോട് ആവശ്യപ്പെടുന്നു. പിന്നെ ഞാൻ ശുദ്ധിയുള്ളതായിരിക്കും, നിങ്ങൾ ശുദ്ധിയുള്ളതായിരിക്കും. 3 വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതൊക്കെ പൂർണ്ണമായിട്ട് പഠിക്കണം. 4 യോഹന്നാന്റെ സുവിശേഷം 17:3 നിത്യജീവൻ എന്നത് ഏകസത്യമായ അംഗീകാരം ഈശോയെ അറിയുക. 5 നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ലക്ഷ്യമാക്കി പോവുക. ലക്ഷ്യമാക്കി പോകുമ്പോഴത്തേക്ക് സഹോദരന്മാരെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് മത്തായി 24:14 പറയുന്നത്, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യത്തിനായ ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഈ കാലം ഒരു അന്ത്യത്തിന്റെ കാലമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് യോഗ്യതയില്ല, എനിക്ക് തോന്നുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞു, ഈ അന്ത്യത്തെക്കുറിച്ച് അടയാളങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അടയാളങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരും എല്ലാം പറയുന്നു. പല സന്ദർഭങ്ങളിലും പറഞ്ഞു. ലോകാരംഭം മുതൽ മത്തായിയുടെ സുവിശേഷം വെളിപാട് 15 പറയുന്നുണ്ട്. ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതിന് മേലെ സംഭവിക്കാത്തതുമായ മഹാദിവസം ഒറ്റ മണിക്കൂറുണ്ട് ദൈവരാജ്യം സ്ഥാപിച്ചുകൊണ്ട് യേശുക്രിസ്തു രാജ്യസ്ഥാനം ഏറ്റെടുക്കുന്നു ഒരവസ്ഥ. ഇതിന്റെയൊക്കെ ഭയങ്കരത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? നിങ്ങൾ വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകില്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പിശാച് അന്ധമാക്കുന്ന ജോലിയാണ്. ദൈവപ്രതിമയായ മിശിഹായുടെ ദേശത്താകുന്ന സുവിശേഷത്തിന്റെ പ്രകാശം അവിശ്വാസികൾ ഗ്രഹിക്കാതിരിക്കത്തക്കവണ്ണം ഈ ലോകം ദൈവം അവരുടെ ബുദ്ധി അന്ധമാക്കി. ഈ അന്ധതയിൽ നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരിക. ദൈവത്തിന്റെ വചനം ഇരുവായത്തിലുള്ള മൂർച്ചയുടെ അസ്ത്രമാണ്. അതുപോലെ തീ കത്തുന്ന ദൈവത്തിന്റെ വചനമാണ് ഈ മണവാട്ടുകാർ ഉപയോഗിച്ചത്. വിളക്ക് ആയിട്ട് കാത്തിരുന്നു, മണവാളനെ കാത്തിരുന്നു. അതുപോലെ നിങ്ങൾ കാത്തിരിക്കുക. അവൻ ഓശാന പാടാനായിട്ട് കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിക്കുക. അസുരങ്ങൾ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ നന്മസോക്കൾ സമാധാനം എന്ന് പറയാ. ദാവീദിൻ സുതൻ ഓശാന, രാജാതിരാജൻ ഓശാന എന്ന് പാടാൻ അവരെ പഠിപ്പിക്കുക. അതുപോലെ നിങ്ങൾ എന്നെ കഴിഞ്ഞ് കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ്. നിങ്ങൾ ഈ ഓശാന പാടാനും ഒരുങ്ങി നിൽക്കുക. ഇനി ഇതിൻ്റെ അകത്തൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായ കാര്യങ്ങളുണ്ട്. ഒരു മണവാട്ടിൽ സന്തോഷിക്കുന്ന പോലെ യേശുക്രിസ്തുവായിട്ട് വിവാഹബന്ധത്തിൽ നമ്മൾ ഏർപ്പെടുകയാണ്. അവരുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതെല്ലാം ബൈബിൾ പ്രത്യേകം പറയുന്നുണ്ട്. എന്തൊരു ആനന്ദകരമായ ഒരു അവസ്ഥയാണ്. ഇത് നിങ്ങൾക്കിപ്പം എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ഭൗതിക ചിന്താഗതിയിലെല്ലാം നീങ്ങുന്നത് കാരണം ഞാനുമൊക്കെ നിന്നു. ഞാനിതിൻ്റെ അകത്ത് വർഷങ്ങളോളം പണിപ്പെട്ടു. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് നഖശാന്തം എനിക്ക് പ്രവർത്തിക്കാൻ തക്കൊണ്ട് എന്നെ സഹായിക്കുന്നത്. അത് നിങ്ങളും ഏറ്റെടുക്കുക, ദൈവരാജ്യം അവകാശമാക്കുക. ഇത് എനിക്ക് നിങ്ങളോട് ഇപ്പം പറയാനുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾ പല സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന നിർദ്ദേശം അനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.